വീട്ടിൽ സ്മോക്ക് ഡിറ്റക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ വീഡിയോ പലർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാനിതിവിടെ ചെയ്യുന്നത്. ഈ സൗണ്ട് നിങ്ങൾ കേട്ടോ, ഞാൻ രാത്രി ഞെട്ടി ഉണർന്നതാണ് ഈ സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ സൗണ്ട് കേട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ലോ ആയതുകൊണ്ടാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. അന്നേരം ഇതിൻ്റെ ബാറ്ററി നമ്മൾ മാറി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം അതെങ്ങനെ മാറുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. പലർക്കും അറിയത്തില്ല. നമ്മൾ ഈ സ്മോക്ക് ഡിറ്റക്ടറിനെ ഇടത്തോട്ടൊന്ന് തിരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒന്ന് തിരിച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട് ഇതിനകത്ത് ഇതിപ്പം കേബിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്ക് എന്തോ കണക്ഷനാണ്, അതിൻ്റെ പവർ സപ്ലൈ കണക്റ്റഡ് ആണ്. പക്ഷേ ഇതിനകത്തൊരു ബാറ്ററി സപ്ലൈ ഫീഡ് ചെയ്യുന്നുണ്ട്. അന്നേരം ആ ബാറ്ററി എങ്ങനെ നമുക്ക് മാറുന്നതെന്നൊന്ന് നോക്കാം. ആദ്യമേ തന്നെ കണക്ടർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ ലൂസായി കിട്ടും. അങ്ങനെ നമുക്കിത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മളൊരു ടെസ്റ്റർ എന്തെങ്കിലും വെച്ചിട്ട് ആ കവറൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാണാം ബാറ്ററി. ഇത് 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിനകത്തിരിക്കുന്നത്. ചിലതിനകത്ത് ചിലപ്പം AA ബാറ്ററി ആയിരിക്കും, 1.5 വോൾട്ടിൻ്റെ 2 ബാറ്ററി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിനകത്ത് ഇപ്പം 9 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അത് നമ്മളിതിൻ്റെ ഊരിയെടുത്തിട്ട് ടെർമിനലെല്ലാം ഡിസ്കണക്ട് ചെയ്യുക. ആദ്യമേ അതിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് പൊക്കി കൊടുക്കും. അന്നേരം ഇപ്പുറത്തെ സൈഡിലായിരിക്കും പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുള്ളത്. അന്നേരം ആ കേബിൾ നമ്മൾ വിടിയിച്ച് കൊടുക്കുക. റെഡ് കളറിൽ കാണുന്ന പോസിറ്റീവ് ടെർമിനലും ബ്ലാക്ക് കളറിൽ കാണുന്നത് നെഗറ്റീവ് ടെർമിനലുമാണ്. അന്നേരം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ബാറ്ററിയുടെ ഒരു സൈഡ് ഇച്ചിരി വലുപ്പം കൂടുതലായിരിക്കും, ടെർമിനലിൽ ഒരു സൈഡിന് വലുപ്പം കുറവായിരിക്കും. അത് നെഗറ്റീവും പിന്നെ വലുപ്പമുള്ളത് പോസിറ്റീവും ആയിരിക്കും. ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.